നമസ്കാരം. UDF സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഇറങ്ങിത്തിരിച്ച CPM-ന് ഇപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വമ്പൻ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിലത്തേതും അതിശക്തവുമായ പ്രഹരമാണ് ലൈഫ് മിഷൻ കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലൈഫ് മിഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ നിർണായക മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയതോടെ കേസ് അന്വേഷണം അതീവ ഗൌരവമേറിയ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ വിജിലൻസ് ഓഫീസിൽ നേരിട്ടെത്തിയ സ്വപ്ന സുരേഷിനെ 3 മണിക്കൂറോളമാണ് വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം താൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഹാജരായതെന്നും കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും ചില പ്രധാന ഡിജിറ്റൽ തെളിവുകളും വിജിലൻസിന് നേരിട്ട് കൈമാറിയിട്ടുണ്ടെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഈ അഴിമതിയിൽ നേരിട്ട് പങ്കുള്ള CPM മുൻനിര നേതാക്കൾക്ക് ഇനി എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാനെന്ന വ്യാജേന വലിയ കൊള്ളയാണ് മുൻ ഭരണകാലത്ത് ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ നടന്നതെന്ന് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വടക്കാഞ്ചേരിയിലെ ഭവന നിർമ്മാണ പദ്ധതികൾക്കായി UAE അധിഷ്ഠിത സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റിൽ നിന്ന് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിൽ നിന്നും വലിയൊരു പങ്ക് കമ്മീഷനായി ഇടതുപക്ഷ ഭരണകൂടത്തിലെ ഉന്നതർ തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് ആരോപണം. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന്റെ പൂർണ്ണമായ അറിവോടെയും ഒത്താശയോടെയുമാണ് ഈ കോടികളുടെ ഇടപാടുകളെല്ലാം നടന്നതെന്ന് സ്വപ്ന വിജിലൻസിന് നൽകിയ മൊഴിയിൽ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ നിർമ്മാണ കരാർ ഒരു പ്രത്യേക കോൺട്രാക്ടർക്ക് നൽകുന്നതിന് വേണ്ടി കോടികളാണ് കൈക്കൂലിയായി വാങ്ങിയത്. ഈ പണത്തിന്റെ വിഹിതം ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയിൽ ഏറ്റവും ഗൗരവമേറിയ കാര്യം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് നേരിട്ട് നൽകിയ മൊഴികളാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഓഫീസിനും ഈ അഴിമതിയിലെ ഓരോ നിർണായക തീരുമാനങ്ങളിലും കൃത്യമായി പങ്കുണ്ടായിരുന്നുവെന്നാണ് സ്വപ്ന ആരോപിച്ചിരിക്കുന്നത്. ഭരണതലത്തിലെ ഏറ്റവും ഉന്നതന്മാരുടെ ശക്തമായ പിന്തുണയില്ലാതെ ഇത്രയും വലിയൊരു ഫണ്ട് വകമാറ്റലും കമ്മീഷൻ തട്ടിയെടുക്കലും ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പാണ്. സ്വപ്ന നൽകിയ ഈ പുതിയ മൊഴിയുടെ വിശദാംശങ്ങൾ വിജിലൻസ് അതീവ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. നിലവിൽ ശേഖരിച്ച സാഹചര്യ തെളിവുകളും മൊഴിയിലെ വിവരങ്ങളും തമ്മിൽ ഒത്തുനോക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൈകാതെ തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അധികാരത്തിലിരുന്ന പലരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് സൂചന. കേസിൽ നിർണായക സ്ഥാനത്തുള്ള M. ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാനും വിജിലൻസ് കാര്യമായി ആലോചിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായ ലൈഫ് മിഷൻ അഴിമതി കേസിൽ വിജിലൻസ് നടത്തുന്ന ഈ ശക്തമായ നീക്കങ്ങൾ CPM രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ഭീതി പരത്തിയിട്ടുണ്ട്. CPM ചെയ്തു കൂട്ടിയ കൊള്ളകളുടെ ഫയലുകൾ ഓരോന്നായി തുറക്കപ്പെടുമ്പോൾ പിണറായി വിജയനും കൂട്ടരും എങ്ങോട്ടോടുമെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. അഴിമതിക്കാരെയും പാവപ്പെട്ടവരുടെ പണം തട്ടിയെടുത്തവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ വാങ്ങി നൽകാൻ തികച്ചും നിഷ്പക്ഷമായി തന്നെ ഈ സർക്കാർ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു.